ആശാനെ, എന്നാടാ വല്ലാത്തൊരു ക്ഷീണം. ഈ ക്ഷീണം പോകാൻ എന്നാ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യും. ഇല്ലോളം മയിലെണ്ണയോ മൈരെണ്ണയോ തിളപ്പിച്ചാറുന്നതിന് മുമ്പ് ആസനത്തിൽ തേച്ച് 6 മണിക്ക് പൂഞ്ഞാറിലേക്കുള്ള വണ്ടിക്ക് കയറും. എന്നിട്ടോ? അവിടെ ചെന്നിട്ട് കള്ള് മുന്തിരി കൊതം കൊട്ടടയ്ക്ക മയിര് രാമച്ചം പൂഞ്ഞാറും ചേർത്ത് കാഞ്ഞിരവേലി ചാലിച്ച് കഴിച്ചാൽ മതി. നിന്റെ ഈ ക്ഷീണം മാറിക്കോളും. ആശാൻ ഈ കോത്തിന് നീറ് കടിച്ച പോലത്തെ വർത്താനൊക്കെ ഇത് എവിടെന്നാ പഠിക്കുന്നത്? അത് വേറൊന്നുമല്ലടാ, നമ്മുടെ ഈ നാട്ടുകാരും ബന്ധുക്കാരും ഈ നാട്ടും പുറത്തുകാരൊക്കെ പറയുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മുടേതായ ശൈലിയിലോട്ട് അങ്ങോട്ട് വെച്ച് കീച്ചുന്നു. അത്രേ ഉള്ളൂ. ഈയിടെ ആശാന്റെ ഒരു ബന്ധു പറഞ്ഞില്ലേ ആശാന്റെ ഈ കുണച്ച വർത്താനമൊക്കെ നിർത്താൻ? ഏത് ബന്ധുക്കാരൻ? എടാ, ഇവരൊക്കെ കള്ളും കുടിച്ച് തുണിയും പറിച്ച് നടുറോട്ടി കിടന്ന് പറഞ്ഞ തെറിയുടെ പകുതി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എടാ, ഈ പറഞ്ഞ ബന്ധുക്കാരൻ പണ്ട് വെള്ളം അടിച്ച് പൂര തെറിയും പറഞ്ഞുകൊണ്ട് തൊടുപുഴ ചന്തയ്ക്കകത്ത് ഉണക്കമീൻ വാങ്ങാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുള്ളിക്ക് തൂറാൻ പറ്റി. കാലം ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പ തൂറ്റും. അവസാനം സഹിക്കാൻ പറ്റാതെ കാല് കത്രിക പൂട്ടിട്ടിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഉണ്ടായിരുന്ന ജോണിച്ചേട്ടൻ ഉടുമുണ്ട് പറിച്ചിട്ട് ഒരു മറപ്പുര ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രഘുസാർ ഇങ്ങോട്ട് ഇരുന്നോളാൻ. 100 ആൾക്കാർ നടന്നു പോകുന്ന നടുറോഡില് ഡബിൾ മുണ്ട് കൊണ്ട് തീർത്ത മറപ്പുരക്കകത്തിരുന്ന് തെറിയും പറഞ്ഞ് തൂറിയ മഹാനായ മനുഷ്യനാ എന്നോട് പറയുന്നത്, നീ ഇനി തെറി പറയരുതെന്ന്. എന്നാലും ആ സുഹൃത്ത് ബന്ധത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഒരു അണ്ടർവെയർ പോലും ഇടാതെ കൂട്ടുകാരന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ആ അച്ചിലൂമ്പി അറക്കപ്പൊടി പുണ്ടയ്ക്ക് ഒരാശംസ ഞാൻ അറിയിക്കുന്നുണ്ട്.